നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ മിഥുനം രാശിയിൽപ്പെട്ട മകേരത്തിൻ്റെ അവസാന പകുതി, അതായത് 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, അതായത് പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയും ഈ വർഷം ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളും ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്ക്, കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. എന്നാൽ കൂടുതൽ സമയക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 2025 മിഥുനം രാശിയിൽപ്പെട്ട മകേരത്തിൻ്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം, അതായത് പുണർദത്തിൻ്റെ 1-2-3 പാദങ്ങൾ ഉൾപ്പെടുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ 2025 ഫലം പറയാമെന്ന് വിചാരിക്കുന്നു. മിഥുനക്കൂറുകാരുടെ ധനസ്ഥിതി ചിന്തിച്ചാൽ ഭാവിയിൽ ധനനേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള ധനം വന്നു ചേരുന്നതാണ്. ധനച്ചിലവുകളും ഉണ്ടാകും. ആദ്യ പകുതിയിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുന്നതിനും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. ആത്മീയ കാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ ഉണ്ടാകും. മിഥുനക്കൂറുകാരുടെ കർമ്മഭാവത്തെക്കുറിച്ച് ചിന്തിച്ചാൽ കർമ്മരംഗത്ത് തൊഴിൽ മാറ്റം, സ്ഥാനഭ്രംശം, ജോലിയുമായി ബന്ധപ്പെട്ട് ദൂരദേശം യാത്രകൾ എന്നിവ ഉണ്ടാകും. ആദ്യ മാസങ്ങളിൽ തന്നെ വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. വിദേശയാത്ര തരപ്പെടും. കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും. എന്നാൽ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം തൊഴിൽ രംഗത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ മാറുന്നതിനും ചില തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുള്ളവർ നമ്മളോട് സഹകരിക്കുന്നില്ല എന്നൊരു തോന്നലും എല്ലാം ഉണ്ടായേക്കാം. മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. വിദേശ തൊഴിലിന് ഗുണപ്രദമാണ്. കർമ്മരംഗത്ത് സ്ഥാനക്കയറ്റം, സുഖം, സന്തോഷം എന്നിവ അനുഭവപ്പെടുന്നതാണ്. ജീവിത പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പങ്കാളിക്ക് സ്ഥാനക്കയറ്റം, ഉയർച്ചകൾ എന്നിവ ഉണ്ടാകാനും ഇടയുണ്ട്. ജോലിഭാരം വർദ്ധിക്കുന്നതാണ്. വർഷത്തിൻ്റെ അവസാനത്തോടെ നല്ല ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ദീർഘകാല നേട്ടങ്ങൾക്കായി നിക്ഷേപങ്ങൾ ചെയ്യുന്നതാണ്. ധനച്ചിലവുകൾ വർദ്ധിച്ചു തന്നെ നിൽക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ വിദേശ വിപണനം സാധ്യമാകും. പലവിധ നേട്ടങ്ങൾക്കും ഇടയാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല ലാഭം കൊയ്യാനും ആകും. കുടുംബപരമായ ബിസിനസ് ആണെങ്കിൽ മുൻപുണ്ടായിരുന്ന പേര് നിലനിർത്തി മുന്നോട്ട് പോകാനാകും. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഒന്നാം പകുതിയേക്കാൾ രണ്ടാം പകുതിയായിരിക്കും കൂടുതൽ മെച്ചം.
മിഥുനക്കൂറിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാകട്ടെ വിദേശ പഠനം സാധ്യമാകും. വിദേശത്ത് ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുന്നതാണ്. നല്ല മികവ് പുലർത്താനും ആകും. വർഷത്തിലുടനീളം ഒരേ ഫലങ്ങൾ കാണാനാകും. മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനും തീരുമാനമാകാനും ഇടയുണ്ട്. പുനർവിവാഹത്തിന് ആലോചിക്കുന്നവർക്കും തടസ്സങ്ങളെല്ലാം മാറി അനുയോജ്യമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകുന്നതാണ്. പ്രണയിതാക്കളുടെ കാര്യമാണെങ്കിലും വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. രണ്ടാം പകുതിയിൽ കൂടുതൽ മെച്ചമായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും അപമാനിതരാകാനും ഇടയുണ്ട്. വീട് മാറി താമസിക്കുന്നതിനും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നമാകാനും ഇടയുണ്ട്. ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. എല്ലാത്തിനെയും ദൈവാധീനം കൊണ്ട് തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ആദ്യ മാസങ്ങളിൽ സഹോദരങ്ങളും സുഹൃത്തുക്കളും അയൽവക്കക്കാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോളം എത്തുമ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നതായി കാണാം. ചില അകൽച്ചകൾക്ക് സാധ്യത കാണുന്നുണ്ട്. അച്ഛനമ്മമാരുമായി ആദ്യ മാസങ്ങളിൽ നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യസാധ്യം ആദ്യ മാസങ്ങളേക്കാൾ കൂടുതൽ രണ്ടാം പകുതിയിലായിരിക്കും സാധിക്കുന്നത്. സന്താനങ്ങളുടെ കാര്യം ചിന്തിച്ചാൽ വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വർഷത്തിൻ്റെ പകുതിയോടെ സന്താനങ്ങളുമായി സന്തോഷാനുഭവങ്ങൾ പങ്കിടാൻ അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനും അവസരങ്ങൾ വന്നു ചേരും. അവർക്കായി വീട് നിർമ്മിക്കുന്നത് വഴിയോ സന്താനങ്ങൾക്ക് ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയോ സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് വഴിയോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇനി ആരോഗ്യകാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ആദ്യ മാസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയില്ല. പിന്നീടുള്ള മാസങ്ങളിൽ ആഹാരകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ശരീരത്തിന് ക്ഷീണം, ബ്ലഡ് പ്രഷർ വർദ്ധിക്കുവാനും ഇടയുണ്ട്. ശാരീരികമായും മാനസികമായും പ്രയാസങ്ങൾ അനുഭവപ്പെടാം. ഡയബറ്റിസ്, കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവ അലട്ടാനിടയുണ്ട്. എന്നാൽ വർഷത്തിൻ്റെ പകുതിയോടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ആഹാര ക്രമീകരണങ്ങളും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ മിഥുനക്കൂറിൽപ്പെട്ട മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.